ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, മലബാർ മേഖലയിലെ ഓണാഘോഷം എങ്ങനെ പോകുന്നു? ഹരിത, ഓണാശംസകൾ. എന്തായാലും ഓണം അടിച്ചു പൊളിച്ചു പോവാണ്. ഉത്രാടപ്പാച്ചിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്, ഒരു പൂക്കടയിലാണ്. ഇവിടെ നമുക്ക് കാണാം ഓറഞ്ച് നിറത്തിലുള്ള ഈ ചെണ്ടുമല്ലിയുണ്ട്, വിവിധ തരത്തിൽ. ഇതിൻ്റെ പേരെന്താ? ആസ്ട്ര. യെസ്, ആസ്ട്രയുണ്ട്. നേരത്തെ നമ്മൾ നീല ആസ്ട്ര കണ്ടിരുന്നു. ഇതാ ജമന്തിപ്പൂക്കളുണ്ട്. ഒപ്പം എന്താ മഞ്ഞജമന്തി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാ ചേട്ടൻ തന്നെ പറഞ്ഞുതരും. ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്തൊക്കെ പൂക്കളാണ് ഇവിടെ ഉള്ളത്? ഓറഞ്ച് ചെട്ടി, മഞ്ഞച്ചട്ടി, ആസ്ട്ര, അരളി, റോസ്, മഞ്ഞ റോസ്, വാടർമല്ലി, പിന്നെ ഒരു മുല്ലപ്പൂവ്. ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. എല്ലാം എങ്ങനെയുണ്ട് ഇത്തവണ? ഉത്രാടപ്പാച്ചിലാണ്, കച്ചവടമൊക്കെ ഉഷാറാകുന്നുണ്ടോ? കച്ചവടം ഇന്ന് കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കച്ചവടമൊക്കെ മോശമാണ്. കാരണം വില കുറവ്. ഇന്ന് ഭയങ്കര വിലയാണ്. പൂവിനൊക്കെ ഭയങ്കര വിലയാണ്. പൂവ് കിട്ടാനില്ല, നല്ല ഇഷ്ടം പോലെ വന്ന് കിടക്കുകയാണ്. കച്ചവടം വളരെ മന്ദഗതിയിലാണ്. വൈകുന്നേരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും, ഏതായാലും രാത്രി 12 മണി ആകുമ്പോഴേക്കും സാധനങ്ങൾ തീരുന്നത് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. തീരുന്നത് വരാൻ പറ്റൂല. അതായത് മുൻവർഷങ്ങളിലെ ഓണം പോലെ ഒരു കൊട്ടിക്കലാശം ഇത്തവണ എന്താ പറയാ? കൊട്ടിക്കലാശം എന്തായാലും രാത്രി കൊട്ടിക്കലാശം തന്നെയാണ് രാത്രി. പിന്നെ ബാക്കി നേരം പറ്റി ഞായറാഴ്ച അല്ലേ, നാളെ ആൾ കുറയും. മറ്റുള്ള ദിവസങ്ങളിൽ ഓണം വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇന്ന് ആൾ കുറയും പൊതുവെ, നാളെ ഞായറാഴ്ച. ഇപ്പോൾ ഒരു മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലേ? മഴേൻ്റെ അന്തരീക്ഷം ഉണ്ട്. മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിലവിൽ ഇതുവരെ മഴയില്ല. ഹരിത, ഇതുവരെ മഴയില്ല. ഇവിടെ ആളുകൾ ഇതാ സാധനം വാങ്ങി. എന്താ വാങ്ങിച്ചോ? ഇതെന്താ ആസ്ട്രയാണോ? നീലാസ്ട്ര വാങ്ങി അല്ലേ? വീട്ടിലേക്കാണോ ഓഫീസിലേക്കാണോ? ഇന്നാണ് ഓണം അല്ലേ? എങ്ങനെയാ ഇന്നത്തെ ഓണാഘോഷം? എങ്ങനെയാ ഓണാഘോഷം എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ സദ്യയെല്ലാം ഒരുക്കുക. ഓഫീസിൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് സദ്യ ഒരുക്കുകയാണോ, അല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങുകയാണോ? ഹോട്ടലിൽ നിന്ന് മേടിക്കുകയാണ്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ നാളെ ഓണാണല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറ്റുന്നില്ല. ഒരു 250 രൂപ 300 രൂപ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് സദ്യ ഇട്ടുണ്ടല്ലേ? അതെ. എങ്ങനെ നാളെ വീട്ടിൽ ഓണാഘോഷം എങ്ങനെയാണ്? പിന്നെ ഹോട്ടലിൽ നിന്നാണോ അല്ല വീട്ടിൽ നിന്നാണോ? അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട്. ഞാൻ മുസ്ലിമാണ്. എല്ലാം ഓണം എല്ലാവർക്കും ഉണ്ട്. അതെ, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എല്ലാവരും വീട്ടിലും പോയിട്ട്, ഓഫീസിലുള്ള സ്റ്റാഫിൻ്റെ എല്ലാവരും വീട്ടിൽ. അതൊരു ഭയങ്കര വൈബാ അല്ലേ? സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ട് ഓണാഘോഷിക്കുക അല്ലേ? അതെ. അത് നല്ലൊരു ഒരുമയുടെ ഒരു ഉത്സവം കൂടിയായി ഓണം മാറുന്ന അപ്പോഴാണ്. ഇതാ നമുക്ക് ഇവിടെ മറ്റ് കാഴ്ചകൾ കൂടി കാണാം. ഇവിടെ പൂക്കൾ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. ആളുകൾക്ക് ആവശ്യമായ പൂക്കൾ ഇതാ ഇവിടെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു കാഴ്ച ഇവിടെ പാളയത്ത് നമുക്ക് കാണാൻ സാധിക്കും. പൂക്കൾ വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്. ഇതൊരു മുത്തശ്ശിയുണ്ട്. എങ്ങനെയാ ഓണം ഓർമ്മകളൊക്കെ? എന്നും ഓണം തന്നെ. ഇന്നും പൂവെടുക്കാൻ വാങ്ങാൻ വന്നാ. ഈ പണ്ട് ഇങ്ങനെ പൂ വാങ്ങിയിട്ടൊന്നുമല്ലല്ലേ, നമ്മൾ തൊടിയിൽ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചിട്ടൊക്കെയാണല്ലേ? ആ ഒരു ഓണം എങ്ങനെയാ? അത് നല്ല ഓണാ. ഇപ്പോഴും നല്ല ഓണം, എന്നും ഓണം തന്നെ. അങ്ങനെയാ. അന്ന് വർഷത്തില് ഒരു തിരുവോണം ഒരു വിഷു ഒക്കെ വന്നാലേ ഉള്ളൂ അല്ലേ? അതന്നെ. ഇപ്പൊ എല്ലാം എന്നും ഓണം. എങ്ങനെ? പണ്ട് തുമ്പല്ലായിരുന്നോ, അത് പല കളറും ഇട്ടുങ്ങാണ്ട് ഇടും. ഇതൊക്കെ ഇപ്പഴല്ല വന്നത്. ഇപ്പൊ എന്നും ഓണം തന്നെ അല്ലേ? ഇറച്ചി പായസം ഒക്കെ എന്നും വെക്കുന്നു ചിലവരെ. വയനാട്ടിലത്തെ ഇത് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം. പക്ഷേ നമ്മളെ ഈ വയനാട്ടിൽ ഉണ്ടായാലും നമ്മള് പിന്നെ ആ സങ്കടത്തെ മറികടക്കാനാണല്ലോ ഈ ആഘോഷങ്ങൾ അല്ലേ? പക്ഷെ അത് ശരിയാ പറഞ്ഞത്. നമുക്ക് മാവേലിനെയും ഇവിടെ തൃപ്തിപ്പെടുത്തണ്ടേ? അതുപോലൊരു ഭരണമൊക്കെ വേണമല്ലേ? അതെ, അതെന്നെ വേണം മോനെ. അതാ വേണ്ടിയത് ഇവിടെ. അതാ വേണ്ടിയത്. ഞങ്ങളൊക്കെ മരിക്കുന്നതിന്റെ മുന്നേ ഒക്കെ ഒന്നും ഉണ്ടായാ മതിയായിരുന്നു. മാവേലി ഭരിച്ചതുപോലെ എല്ലാവരെയും ഒന്നായി കാണുന്ന ഭരണങ്ങളൊക്കെ ഇവിടെ വേണം. ഇപ്പൊ ഭരിക്കുന്നവർക്ക് അത് സാധിക്കട്ടെ എന്നാണ് ഇവർ ആശംസിക്കുന്നത്. എങ്ങനെയുണ്ട്? പൂക്കളൊക്കെ വാങ്ങിയോ? പൂക്കളൊക്കെ അങ്ങനെ പോണു. കച്ചവടം ഇങ്ങനെ ചെറിയ രീതിയിൽ. അതെ, കച്ചവടം ഇപ്പോൾ ഈ വർഷം വലിയ ഇതില്ല, ഉഷാറില്ല. വയനാട്ടിലെ സംഭവമാണ് ഇപ്പോൾ അമ്മ പറഞ്ഞില്ല, അതേമാതിരി തന്നെ. ഒന്നാമത് ഈ വയനാട്ടിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെ കാര്യമായ ആഘോഷങ്ങളൊന്നും ഇല്ല അല്ലേ? ആഘോഷ പരിപാടി എവിടെയില്ല. ഗവൺമെൻറ് സ്റ്റാഫ്, സ്കൂൾ പരിപാടികളും മറ്റേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലം ഉള്ള, ഈ കൊല്ലം ഇല്ല. അതുണ്ടാകുമ്പോൾ കുറേ പൂക്കളൊക്കെ ചിലവായിരുന്നു. തീർച്ചയായിട്ടും കാരണം ആഘോഷങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. കാരണം
ആഘോഷങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് കൂടുതൽ അല്ലേ ഇദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ ആളുകളിൽ ഇവിടെ പൂക്കൾ വാങ്ങാനും ഒക്കെ എത്തുക. അങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പൂക്കൾ വാങ്ങാൻ ഇവിടെയും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നല്ല കേരളീയ വേഷത്തിൽ 2-3 ചേച്ചിമാരുണ്ട്. ചേച്ചി, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നെന്താ ഓഫീസിൽ ഓണാണോ അല്ല വീട്ടിൽ ഓണാണോ എങ്ങനെയാ? അപ്പൊ അവിടെ ഇന്നാണ് ഓണാഘോഷം. ഇത് ഓഫീസിലേക്ക് പൂക്കൾ വാങ്ങാൻ വന്നാണ്? അല്ല, ഞങ്ങക്ക് വെക്കാൻ വേണ്ടിട്ടാ. ഞങ്ങക്ക് തലയിൽ വെക്കേ. ഇത് മുല്ലപ്പൂ മാത്രമേ വാങ്ങുന്നുള്ളൂ. ഓണത്തിന്റെ എങ്ങനെയാ? ഓണത്തിന് എങ്ങനെയാ പൂക്കൾ ഇട്ടോ വീട്ടില്? നാളെ എങ്ങനെയാ ഇപ്പോ തിരുവോണം എങ്ങനെയാ ആഘോഷം? പൂവിടും, ഓണം സദ്യ കഴിക്കുക, അത്ര തന്നെ. സദ്യ കഴിക്കും. ഇത് കേരള വിഷൻ ന്യൂസ്. എന്തായാലും അവർക്ക് നാളത്തെ ഓണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കൊരു നാണം വന്നു. പൂടും രാവിലെ, പിന്നെ സദ്യ കഴിക്കും. അത് തന്നെയാണല്ലോ ഓണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ അമ്മമ്മ പറഞ്ഞ പോലെ, ഈ മുത്തശ്ശി പറഞ്ഞ പോലെ, ഓണം എന്ന് പറയുന്നത് മുൻപൊക്കെ ആയിരുന്നു ഓണത്തിൻ്റെ ഒരു കേമത്വം ഉണ്ടായിരുന്നത്. കാരണം വർഷത്തിൽ ഒരു തവണയാണ്, തിരുവോണത്തിൻ്റെ അന്നും വിഷുവിൻ്റെ അന്നും ഒക്കെയാണ് നല്ല ഭക്ഷണം കിട്ടുക. ഇന്ന് എല്ലാ ദിവസവും ഓണാണ്. എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു രീതിയുണ്ട്. നമുക്ക് കാണാം ഇവിടെ ഒരു കുഞ്ഞു മയിൽപ്പീലി ഒളിച്ചിരിക്കുന്ന ഒരു കാഴ്ച. സജിയേട്ടാ, അതിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ആ ഒരു മയിൽപ്പീലി മനോഹരമായി അവിടെ തിരികെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ പൂക്കൾക്കിടയിൽ കാണുമ്പോൾ അത് വളരെയധികം മനോഹരമായി തോന്നുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ നമുക്ക് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കാണാം. പൂക്കൾ വാങ്ങാനെത്തിയ ആളുകളെ കാണാം. ഹെൽമെറ്റ് ഇട്ടൊക്കെ ഇവിടെ ആളുകൾ പൂക്കൾ വാങ്ങാൻ വരുന്നുണ്ട്. എന്താ ഇന്നത്തെ ആഘോഷത്തിനാണോ നാളത്തെ ആഘോഷത്തിനാണോ? ഓഫീസിലെ ആഘോഷമാണ്. സ്കൂട്ടറിൽ വേഗം ഓടി വന്നാണല്ലേ? അതുകൊണ്ടാണ് ഹെൽമെറ്റ് പോലും ഊരി വെക്കാതെ. എങ്ങനെ ഇന്ന് ഓഫീസിൽ എങ്ങനെയാ പൂക്കൾ ഒരുക്കി? പിന്നെ നിങ്ങൾ തന്നെ സദ്യ പ്രിപ്പയർ ചെയ്തോ അല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിയോ? നാളെ എങ്ങനെയാ വീട്ടിലെങ്ങനെയാ ആഘോഷം? അല്ല, വീട്ടില് സദ്യ വെക്കല്ലേ? അല്ല ഹോട്ടലിൽ നിന്നാണോ? ഇന്ന് രാത്രി മുതൽ അതിന്റെ പണിപ്പുരയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ എല്ലാം തന്നെ ഓണാഘോഷം. ഇവിടെ വിവിധ പലരും ഇപ്പോൾ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഈ രാവിലെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ആളുകൾ എത്തുന്നത് പലരും ഓഫീസിലെ ഓണാഘോഷത്തിന് വേണ്ടിയൊക്കെയാണ്. നമ്മൾ ഈ കണ്ട കാഴ്ചയിലുള്ള പലരും ഈ ഒരു പ്രായമായ ഒരു മുത്തശ്ശി മാത്രമാണ് നേരത്തെ ഈ കണ്ടവരിൽ വീട്ടിലേക്ക് വാങ്ങാനായി എത്തിയത്. അല്ലാതെ വന്ന ആളുകൾ എന്ന് പറയുന്നത് ഓഫീസിലേക്ക് ആയി ഓണത്തിന് വന്നാണ്. എങ്ങനെ പൂക്കളൊക്കെ വാങ്ങിയോ? ഇല്ല, ഒരു മുത്തശ്ശി വന്നിരുന്നു. എങ്ങനെ ഇത്തവണത്തെ ഓണം എങ്ങനെയാ? ഓഫീസിലേക്ക് ഓടുകയാണ്. ഓഫീസിലേക്ക് വൈകി ഓടുന്ന ആളെ തടഞ്ഞു നിർത്തി ഓണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഓഫീസിലെ സമയമാണ് പ്രധാനം ഇന്ന് പ്രത്യേകിച്ച്. അപ്പോൾ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരിത എല്ലാവരും. ഇപ്പോൾ ഈ പാളയം മാർക്കറ്റിലെ ഇവിടെ മഴയുടെ ഒരു ചെറിയൊരു ഭീഷണിയുണ്ട്. മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല. എന്തായാലും ഇവിടെ പൂക്കൾ വാങ്ങാനുള്ള തിരക്കുകൾ, ആളുകൾ വരുന്നു, അവർ പൂക്കൾ വാങ്ങുന്നു. പൂക്കച്ചവടക്കാർ പൂക്കൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് എങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ പൂക്കച്ചവടം നടത്താറുണ്ടോ? നമ്മളിവിടെ സ്ഥിരമുള്ളതാണ് കൊല്ലം. ഈ ഇത്തവണ പൂക്കൾക്ക് കുറച്ച് വില കൂടുതലല്ലേ? അത് പോണാകുമ്പോ എങ്ങനെയായാലും കൂടെ ഇന്ന് പൈല ഡബിളായിരിക്കും. അത് എല്ലാ കാലത്തുണ്ടാകും. പൂക്കൾ എല്ലാവരും വാങ്ങും ചെയ്യും. ഓണല്ലേ. പക്ഷെ പച്ചക്കറിക്ക് മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് വലിയ വില കയറ്റം ഇല്ല. പൂവിന് എപ്പോഴായാലും ഡിമാൻഡാണ്, ഏത് കാലത്തായാലും. ഹരിത, ഇത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവിടെ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. ഇല്ല, അവർ പോയി. എന്തായാലും അവരും ഈ പറഞ്ഞ പോലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പൂക്കളൊക്കെ വാങ്ങാൻ വന്ന ആളുകളാണ്. ഇതാണ് ഹരിത നമ്മുടെ കോഴിക്കോട് പാളയത്തെ കാഴ്ച. ശരി റിയാസ്, എന്തായാലും റിയാസിനും ഓണാശംസകൾ നേരുകയാണ്. ഓണം ആഘോഷിക്കുക നന്നായിട്ട്.